നമസ്കാരം. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ MLA ആരെന്ന് ചോദിച്ചാൽ മഹാഭൂരിപക്ഷം വരുന്ന മലയാളികൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തിനേറെ മുഴുവൻ പൂഞ്ഞാറുകാർക്ക് പോലും ആ പേര് ഓർത്തിരിക്കാൻ സാധ്യതയില്ല. 2026 UDF അനുകൂലമായ ഒരു കൊടുങ്കാറ്റ് വന്നപ്പോൾ അപ്രതീക്ഷിതമായി വിജയ പതാക എന്തിയതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതെത്തിയ UDF സ്ഥാനാർത്ഥി. 140 MLA-മാരിൽ എത്ര പേരുടെ പേരുകൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഓർത്തോർത്ത് പറയാൻ കഴിയും എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. എന്തായാലും സജി എന്ന പേരുള്ള MJ സെബാസ്റ്റ്യനെ പൂഞ്ഞാറിന് പുറത്ത് അധികമാർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പൂഞ്ഞാർ മണ്ഡലംകാരനെ ആയിരുന്നില്ല MJ സെബാസ്റ്റ്യൻ. പൂഞ്ഞാറിന് പുറത്ത് പാലാ നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ പണ്ട് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതിനുശേഷം കുറച്ചുകാലം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തി അമേരിക്കയിൽ ബിസിനസ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF-ന് വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്തത് കൊണ്ടാവാം അപ്രതീക്ഷിതമായി MJ സെബാസ്റ്റ്യൻ എന്ന സജിക്ക് സീറ്റ് കിട്ടുന്നത്. സജി PC ജോർജിനോടും സിറ്റിംഗ് MLA ആയ കേരള കോൺഗ്രസിലെ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലിനോടും മത്സരിച്ച് വിജയശ്രീലാളിതനായി. അതിനുശേഷം നിയമസഭാ സമ്മേളനം നടക്കുകയും പല MLA-മാരുടെയും പ്രസംഗങ്ങൾ വൈറലാവുകയും ചെയ്തെങ്കിലും സജി നിയമസഭയിൽ നടത്തിയ പ്രസംഗം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാൽ മണ്ഡലത്തിൽ പതിയെ ഗ്രിപ്പുറപ്പിച്ച് വളരുന്ന സജി കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസംഗം ഏറെ വൈറലായിരിക്കുന്നു. അത് ഏറ്റെടുത്തിരിക്കുന്നത് പൂഞ്ഞാറുകാർ മാത്രമല്ല, പൂഞ്ഞാറിന് പുറത്തുള്ള നാട്ടുകാരുമാണ്. ഇങ്ങനെ ഒരു MLA പ്രസംഗിക്കുമെന്നോ അഭിപ്രായം പറയുമെന്നോ ആരും പ്രതീക്ഷിച്ചതേയില്ല. പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള കൂട്ടിക്കലിലെ R. ശങ്കർ മെമ്മോറിയൽ UP സ്കൂളിൽ നടന്ന തൂഫാനുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കവേ MLA നാട്ടുകാരോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ MLA ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും നിർമ്മാണം നടത്തിയാൽ അവിടെ എൻ്റെ പേര് എഴുതി വയ്ക്കരുത്. കാരണം അതിനുവേണ്ടി മുടക്കുന്നത് എൻ്റെ പണമല്ല, സർക്കാരിൻ്റെ പണമാണ്. എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് അതിൽ എൻ്റെ പേര് മാത്രം എഴുതി വയ്ക്കുന്നത് അനുചിതമാണ്. അതുകൊണ്ട് ആരും ദയവായി ഇത് ചെയ്യരുത്. MLA-യുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ പ്രസംഗം കേൾക്കുക. ഒരു കിണറിന് കൊണ്ട് 5000 രൂപ സബ്സിഡി തരിക, എന്നിട്ട് ഒരു മുക്കാച്ചാൻ നീളത്തിലുള്ള റോഡ് ടാർ ചെയ്ത് വെച്ചിട്ട് ചെണ്ട മേടിച്ച് കൊട്ടിക്കൊണ്ടുവന്നിട്ട് പേരെല്ലാം എഴുതി ഒട്ടിച്ചു വെക്കുക. ഇങ്ങനത്തെ ഒരു പണി MLA-യുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഞാൻ MLA ഫണ്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് എൻ്റെ പേര് അതിൽ എഴുതി വെച്ചേക്കല്ലേ. പഞ്ചായത്ത് പ്രസിഡന്റിനോടും പറഞ്ഞിട്ടുണ്ട്, ജിജോയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, സർക്കാരിന്റെ ഫണ്ടെടുത്ത് നിങ്ങൾ കൊടുത്ത ടാക്സ്, ഞാനും കൊടുത്ത ടാക്സ് സർക്കാർ വന്നിട്ട് അത് MLA-യുടെ ഫണ്ടാണെന്ന് പറഞ്ഞ് എൻ്റെ പേരും വീട്ടുപേരും എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? നാണം കെട്ട പണി. അല്ല, എനിക്കതൊരിക്കലും മാനസികമായി യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഫണ്ട് എഴുതി വെച്ചാണെങ്കിൽ ഗവൺമെന്റ് ഫണ്ട്, ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്. അതല്ലാതെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ശേഷം ഞാൻ വകുപ്പ് പറയേണ്ടതല്ല. ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്, കർമ്മം ചെയ്യുക ഫലമിച്ഛിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മം ചെയ്യാനായിട്ടാണ് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെണ്ട കൊട്ടി ഞാനിതിൽ നടക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ഭംഗിയായി പോകും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുക. ഈ പ്രസംഗം പൂഞ്ഞാറിന് പുറത്തേക്ക് പെട്ടെന്നാണ് വൈറലായത്. പലപ്പോഴും സജി എന്ന MLA പറഞ്ഞതുപോലെ 50,000 രൂപയുടെയും 1 ലക്ഷം രൂപയുടെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് അതിൽ വെണ്ടയ്ക്കാക്ഷരത്തിൽ MLA-യുടെ പേരെഴുതി വെക്കുന്നത് അശ്ലീലമായി നാട്ടുകാർക്ക് തോന്നാറുണ്ട്. ആകപ്പാടെ അതിനുള്ള ഗുണം ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയാൻ 50 ലക്ഷം രൂപ മുടക്കുന്ന തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ അവർ തന്നെ വിളിച്ചു പറഞ്ഞ് നാട്ടുകാർ അറിയുമെന്നതാണ്. അതല്ലാതെ ഒരു ഗുണവും അതിനില്ല. എന്നാൽ ഇങ്ങനെ പേരുകളും സ്തൂപങ്ങളും വെച്ചാലേ MLA എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്തു എന്ന് പേരുണ്ടാവൂ എന്ന ചിന്ത കൊണ്ടാവാം എല്ലാ MLA-മാരും മത്സരിച്ച് 50,000 രൂപയുടെ ലൈറ്റ് വെച്ചാലും പേര് വയ്ക്കും. അത് അശ്ലീലമാണെന്നും അന്യായമാണെന്നും നികുതിദായകരോടുള്ള വെല്ലുവിളിയാണെന്നും ഒരു MLA വിളിച്ചു പറയുമ്പോൾ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും എല്ലാവരും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പൂഞ്ഞാർ MLA-യുടെ ഈ നിർദ്ദേശം കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. സകല MLA-മാരും ഉത്തരവാദിത്വത്തോടെ ഇത് ചെയ്യണമെന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമാണെങ്കിൽ പേര് വെച്ചോളൂ, നാട്ടുകാരുടെ പണത്തിന് പേര് വയ്ക്കുന്നത് അനുചിതമാണ് എന്നും പറഞ്ഞു തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയാവുന്നതും ഇതേ ഡയലോഗ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത് എന്നറിയാൻ ഞാൻ MLA വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. MLA നമസ്കാരം, ഞാൻ ഷാജൻ സ്കറിയാണ്, മറുനാടൻ മലയാളിയില്. മനസ്സിലായി നമ്മൾ ഇടയ്ക്ക് സംസാരിക്കുന്നതാണല്ലോ. ആയിക്കോട്ടെ, എന്തുകൊണ്ട് വിശേഷം? എനിക്കുന്ന വാർത്തയൊന്നുമില്ലെന്ന്. ഞാനൊരു ഈ ജൽജീവൻ മിഷന്റെ തോന്നിവാസം കാണിച്ചതിനെ കുറിച്ചുള്ള ഒരു മീറ്റിംഗ് വിളിച്ചോണ്ടിരിക്കുക. ഞാനിപ്പം വെക്കാം. ഞാൻ ചോദിച്ചത് നമ്മുടെ ഈ ഇന്നലത്തെ ആ പ്രസംഗം അത് ഇവിടെ കൂട്ടിക്കൽ വെച്ചായിരുന്നു. അതെ. ആ പ്രസംഗത്തിന്റെ മൊത്തം എനിക്കൊന്ന് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ആ ഒരു ചെറിയ കട്ട് മാത്രമേ കിട്ടിയുള്ളൂ. അത് പ്രസംഗം വല്ലവരും അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. നമ്മൾ ആ ഒരു ക്യാഷ് ഇതിന്റെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിന്റെ
അത് വളരെ ഉറച്ച നിലപാടാണ്. നമ്മൾ ആദ്യം തൊട്ടേയുള്ള നിലപാടാണ് നമ്മുടെ. അല്ല, ഞാൻ ചോദിക്കേണ്ടത് ഈ MLA ഫണ്ട് കൊടുത്തു തുടങ്ങിയോ? അതിന്റെ ആയി വരുന്നുള്ളൂ അല്ലേ? വരുന്നു. ഇപ്പൊ ഒരു 30 ദിവസത്തിനാവും ഇംപ്ലിമെന്റേഷൻ വരും. അപ്പൊ എല്ലാരോടും സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട് പേര് വെക്കുക വേണ്ട. പേര് വെക്കുക വേണ്ട. ഞാൻ ചോദിക്കട്ടെ, സർക്കാരിന്റെ നാട്ടുകാരുടെ ടാക്സ് മേടിച്ചിട്ട് എന്റെ പേര് എഴുതി വെക്കുന്നത് എന്ത് ലോജിക്കാണുള്ളത്? മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അത് സ്ട്രിക്ട്ലി പറഞ്ഞിരിക്കുകയാണ്. വേറെ ആരുടെയും പേര് വെക്കണ്ട, കഴിച്ചു പൊക്കോണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുക, നമ്മൾ ഗുഡ് ബൈ പറയുക, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അല്ല എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്ന് ഫണ്ട് വെക്കാനോ ഓക്കെയാണ്. നമ്മൾ കൊടുക്കുമ്പോ വെക്കുന്നു. ധൈര്യമായിട്ട് വേണം ഫീഡ് ചെയ്ത് ജീവിക്കാൻ പറ്റും. കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതല്ല ഇതിപ്പോ നേരത്തെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ അവിടെ പറയാൻ കാരണം എന്താണ് ഇവിടെ ഈ സംഭവം? കാരണം അവിടെ സ്കൂളിന് ഫണ്ട് കൊടുക്കുമ്പോൾ MLA പേര് വെക്കുന്നതല്ലെന്ന് അവർ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, എന്റെ പേര് വെക്കണ്ടെന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണ് സാഹചര്യം ഉണ്ടാവുന്നത്. അതെ. ഇത് ഈ പോളിസി ഇതിനു മുമ്പ് ഈ ഞാൻ പറഞ്ഞ സജി അങ്ങനെ ആളുകൾക്ക് വരുമ്പോ ഇതിനു മുമ്പ് പഞ്ചായത്തിലായിരുന്നപ്പോൾ ഇതായിരുന്നു പോളിസി. അതെ, എനിക്ക് താല്പര്യമില്ലായിരുന്നു. അത് തന്നെ. ഇപ്പൊ നേരത്തെ ഇവിടെ തലപ്പലത്തായിരുന്നു അല്ലേ? അതെ, തലപ്പലം പ്ലാസ്റ്റിക്കല്ലേ. ഓക്കെ. അവിടെ പിന്നെ കുറെ കാലം ഗ്യാപ്പ് ആയിരുന്നു തോന്നുന്നു. അതെ ഉണ്ട്. മണ്ഡലത്തിൽ ഇപ്പൊ ഓഫീസ് ഉണ്ട്, താമസ മണ്ഡലത്തിലാണല്ല? ഉണ്ട്. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വിളിച്ചാൽ ശരി. ഓക്കെ. ഇത് പെട്ടെന്ന് വാർത്തയാക്കാനോ പബ്ലിസിറ്റിക്കോ വേണ്ടി ഉണ്ടാക്കിയ നിലപാടല്ലെന്നും താൻ എക്കാലത്തും ഇങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും MLA പറയുന്നു. എല്ലാവരും ഈ മാതൃക പിന്തുടരണം എന്നത് MLAയുടെ ആഗ്രഹമാണ്. മാത്രമല്ല, ജൽജീവൻ മിഷൻ എന്ന പേരിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നു എന്നത് MLA എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. കുടിവെള്ളം ആവശ്യമില്ലാത്ത ഗ്രാമങ്ങളിൽ പോലും പൈപ്പിട്ട് കമ്മീഷൻ വാങ്ങിയതിന് അഴിമതി പുറത്തു കൊണ്ടുവരാൻ സഹായിക്കണമെന്നാണ് MLA ആവശ്യപ്പെട്ടത്. ജൽജീവൻ മിഷനെ സംസ്ഥാനത്തൊട്ടാകെ 40,000 കോടി രൂപയുടെ പ്രൊജക്റ്റാ. അഴിമതിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ്. അതിന്റെ അകത്ത് രസം എന്താന്ന് ചോദിച്ചാൽ പാല, പൂഞ്ഞാർ നിയോജകങ്ങളിലെ 13 പഞ്ചായത്തുകള്, 67 ടാങ്കുകള്, 2 പമ്പിംഗ് സ്റ്റേഷനുകള്. ഈ 2 പമ്പിംഗ് സ്റ്റേഷൻ ഒരെണ്ണം മലങ്കര, അത് 50% പോലും തീർന്നില്ല. 45 ലക്ഷം ലിറ്ററിന്റെ സ്റ്റോറേജ് ടാങ്ക് നീലൂര, അത് ഒരു 60% തീർന്നിട്ടുണ്ട്. ബാക്കി മുണ്ടക്കയത്തുള്ളതിന്റെ ടാങ്കും തീർന്നിട്ടില്ല, അവിടുത്തെ പമ്പിംഗ് സ്റ്റേഷൻ തീർന്നിട്ടില്ല. 30ഓളം ടാങ്കുകള് സ്റ്റീൽ ടാങ്കുകൾ, അത് വാങ്ങിച്ചിട്ടില്ല. 37ഓളം ടാങ്കുകള് കോൺക്രീറ്റ് ടാങ്കുകളാണ്. അതിന്റെ അകത്തൊരു 12 എണ്ണം തീർന്നിട്ടുണ്ട്. ബാക്കി ഒരു 20-22 എണ്ണോളം തീരാൻ കിടക്കുക. പലതിന്റെയും സ്ഥലം പോലും ഒക്കെ അറിയില്ല. ഇവന്മാര് ചെയ്ത പണി എന്നാന്ന് ചോദിച്ചാൽ മുഴുവൻ സ്ഥലത്തും പൈപ്പ് ഇറക്കിയിട്ട് ആദ്യം പൈപ്പ് ഇറക്കുമ്പോ 80% പൈസ കിട്ടും. ഡെലിവറി ചെയ്യാം. ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ 80% പൈസ കൊടുക്കണം. അതായത് വീട് പണിയുമ്പം ആദ്യം GI പൈപ്പും PVC പൈപ്പും ഇറക്കിയിട്ട് ആളുകളെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മനസ്സിലായി. ഇതാണ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് പൊക്കിക്കൊണ്ട് വരണം. ഓക്കെ. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട? അല്ല, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇവന്മാര് പൈപ്പ് മേടിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്നത്. അതിന് ആദ്യം അത് മേടിച്ച് പൈപ്പ് ഇറക്കി റോഡ് മുഴുവൻ കുത്തിപ്പൊട്ടിച്ച് അവസാനം പൈസ കൊടുക്കാനില്ലാതെ ഈ കമ്പനി ഗ്രോമ എന്ന് പറയുന്ന കമ്പനി, തെലങ്കാന കമ്പനി, അത് ഇവിടുന്ന് ഓഫീസ് വൈൻഡപ്പ് ചെയ്ത് കയറിപ്പോയി. അത് ഭയങ്കര, അതായത് അഴിമതിക്ക് വേണ്ടി ഗവേഷണം നടത്തിയ ഒരു പ്രൊജക്റ്റാണ്, PhD എടുത്ത പ്രൊജക്റ്റാണ് ജൽജീവൻ മിഷൻ. ഇതിന്റെ കാരണം ഇത് ടൗണുകളിൽ ജനങ്ങൾ താമസിക്കുന്നിടത്താണെ കുഴപ്പമില്ല. ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ ആവശ്യമില്ല. കാരണം 80% സമയത്ത് മഴ പെയ്യുന്ന എല്ലാ കിണറുകളിലും വെള്ളമുള്ള, വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമേ വെള്ളമില്ലാതെ വരുള്ളൂ. ഇവിടെ മാത്രം 68,000 കണക്ഷനാ. 8-10 മാസം വെള്ളം കിട്ടുന്ന ജനം ഒരിക്കൽ പോലും പൈസ അടയ്ക്കത്തില്ല ഈ മാസാമാസമുള്ള. കാരണം ഗ്രാമപ്രദേശത്ത് അതിന്റെ ആവശ്യമില്ല. നല്ല വെള്ളം കിട്ടും. അപ്പൊ ക്ലോറിനേറ്റഡ് വാട്ടർ ഉപയോഗിക്കത്തില്ല. അല്ലാത്ത സമയത്ത് വളരെ അപൂർവമായിട്ട് വരുള്ളൂ. അത് വല്ല ടാങ്കിലും കൊണ്ടുവന്ന് എപ്പോഴും ആൾക്കാർ ഉപയോഗിച്ചോണ്ടിരിക്കല്ലേ. ഞാനും ആലോചിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്തിനാണ് ഈ പൈപ്പ് ഇടുന്നതെന്നോ. അതായത് തട്ടിപ്പായിരുന്നല്ലേ. കിണർ വെള്ളം ഉള്ള 90% വീടുകളും ഗ്രാമപ്രദേശത്തെ കിണർ വെള്ളമാണ്. ഇനി അഥവാ ഒരു 10-50-100 പേരുള്ള കോളനികളാണ് ചെറു പദ്ധതികൾ നടപ്പാക്കിയാൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നടപ്പാക്കിയിട്ടുള്ളതാ. ഞാനിതെല്ലാം വളരെ സ്റ്റഡീഡ് ആയിട്ട് നടപ്പാക്കുന്ന ആളാ കേട്ടോ. എന്നെ നേരിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടാ. ശരി. ആയിക്കോട്ടെ. ഓക്കെ. സത്യം പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ വേണ്ടതുപോലെ ആലോചിക്കാത്ത ഒരു വിഷയമാണിത്. കുടിവെള്ളം ആവശ്യമില്ലാത്ത ഗ്രാമങ്ങളിൽ പോലും CPMന്റെ കാലത്ത് ഈ പൈപ്പിട്ടതിന്റെ പിന്നിൽ വലിയ അഴിമതിയുണ്ട്. പൈപ്പ് എങ്ങനെയെങ്കിലും ഇറക്കുക എന്നല്ലാതെ വെള്ളം സപ്ലൈ ചെയ്യുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നില്ല. രമേശ് ചെന്നിത്തലയുടെ വിജിലൻസ് ഗൗരവത്തോടുകൂടി ഇതേക്കുറിച്ച് അന്വേഷിക്കണം. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു MLA ഇങ്ങനെ നിർണായകമായൊരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഈ അഴിമതി അന്വേഷിച്ച് ഇതിൻ്റെ പേരിൽ എത്ര കോടി രൂപ ഇവർ പിടുങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി ഉത്തരവാദിത്തപ്പെട്ടവരെ ജയിലിലടയ്ക്കുക തന്നെ വേണം.